പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 8ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാം, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് സിൽ ബിമാ യുനാസിബു, യോജിച്ചവ ചേർത്തി എഴുതാനാണ്. യാ സ്വദീഖി, എൻ്റെ കൂട്ടുകാര, ഇർക്കബ് നീ കയറ്, മഅന ഞങ്ങളോടുകൂടെ, ഫി സയ്യാറത്തി കാറിൽ ഞങ്ങളോടുകൂടെ നീ കയറൂ. യോജിച്ചത് ഇർക്കബ് എന്നാണ്. 2 അൽ അബു വല്ലുമ്മു, ഉമ്മയും ഉപ്പയും, ലിത്ത് ഉമുറാ അവർ രണ്ടുപേരും കൽപ്പിക്കട്ടെ, ഔലാദഹുമ അവരുടെ കുട്ടികളോട്, ബിസ്വലാത്തി നിസ്കാരം കൊണ്ട്. 3 കാലൽ ഉസ്താദു ലി തലാമിദത്തി വിദ്യാർത്ഥികളോട് ഉസ്താദ് പറഞ്ഞു, ഉക്തുബു നിങ്ങൾ എഴുതുക, ദുറൂസക്കും നിങ്ങളുടെ പാഠങ്ങളെ നിങ്ങൾ എഴുതുക. 4 കുൽത്തുലി അബവയ്യ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, ഇഷ്റബ ആദിഹിൽ അസീദത്ത ഈ ജ്യൂസിനെ, ഈ പാനീയത്തെ നിങ്ങൾ രണ്ടുപേരും കുടിക്കുക. 5 അൽ അഖ്വാനി 2 സഹോദരന്മാർ, ലം യഷ്തിമ അവർ രണ്ടുപേരും ചീത്ത പറഞ്ഞിട്ടില്ല, അഹദൻ ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ 2 സഹോദരന്മാർ. 6 അൽ മുഅ്മിനൂന മുഅ്മിനീങ്ങളായ ആളുകൾ, ലം യളിമു അവർ ആക്രമിക്കുകയില്ല. 7 അൽ ബിൻതാനി 2 പെൺകുട്ടികൾ, ലം തൽഅബ അവർ കളിക്കുകയില്ല, രണ്ടുപേരും കളിക്കുകയില്ല. ബിക്കുറത്തിൻ കത്തു ഫുട്ബോൾ, കത്തു തീരെ തന്നെ. 8 അൽ ബിൻതാനി 2 പെൺകുട്ടികൾ, കസഹത്ത അവർ അടിച്ചുവാരി, ഫിന അൽ ബൈത്ത് വീടിൻ്റെ മുറ്റം. 2 തെമ്മിം പൂർത്തിയാക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം പൂർത്തിയാക്കി അത് അറബിയിൽ തന്നെ എഴുതണം, അപ്പോഴേ മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിലൊന്നാമത്തത് അൽ ഹറഫു, ഹറഫ് എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ പദമാണ്, ലൈസ ലഹു മാനൻ സ്വന്തമായിട്ട് അർത്ഥമില്ല, ഇല്ലാ മാ വൈരിഹി മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോഴല്ലാതെ സ്വന്തം നിലക്ക് അർത്ഥമില്ലാത്തവകൾക്കാണ് ഹറഫ് എന്ന് പറയുന്നത്. എന്നാലോ മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോൾ അതിനൊക്കെ അർത്ഥം വരികയും ചെയ്യും. 2 ഇദാ ദുക്കിറൽ ഫായിലു ഫായിലിനെ പറയപ്പെട്ടാൽ, മാൽ ഫീലിനോടുകൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ, യുസമ്മ അതിനിക്ക് പറയപ്പെടും, മഅറൂഫൻ മഅറൂഫായ ഫീൽ എന്ന് പറയും. അതിൻ്റെ നേരെ എതിരാണ് മജ്ഹൂല്. 3 അൽ മംഫിയു മംഫി എന്ന് പറഞ്ഞാൽ ഫിഅലുൻ ക്രിയയാണ്, യദുല്ലു അത് അറിയിക്കും, അല അദമി വുക്കൂഇൽ ഫീല് ക്രിയ സംഭവിച്ചില്ല എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് മംഫിയായ ഫീൽ എന്ന് പറയുന്നത്. 4 യകൂനുൽ മാലിൽ മഅറൂഫു മംഫിയൻ മാലി മഅറൂഫ് മംഫിയാവൽ എങ്ങനെയാണ്? ബിദുഖൂലി മാ ഫി അവ്വലിഹി അതിൻ്റെ ആദ്യത്തിൽ മാനെ കൂടുതലാക്കൽ കൊണ്ടാണ് മാലി മഅറൂഫ് മംഫിയാകുന്നത്. ഇനി ഇജ്അലുൽ മാലിൽ മജ്ഹൂലുൽ മുസ്ബത്തു മംഫിയൻ മാലി മജ്ഹൂല് മുസ്ബത്തിനെ എങ്ങനെയാണ് മാലി മജ്ഹൂല് മംഫിയാക്കുന്നത്? അതും അങ്ങനെ തന്നെ, ബിസിയാദത്തി മാ ഫി അവ്വലിഹി തുടക്കത്തിൽ മാ ചേർക്കൽ കൊണ്ട്. 4ന്റെ ഉദാഹരണമാണ് ഫഅല മാ ഫഅല. 5 ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് ഫുയില മാ ഫുയില. ഇനി 3 ഉക്തുബു അൽഫാദൽ അഫ്ആലിലാത്തിയ താഴെ കൊടുത്തിരിക്കുന്ന ഫീലുകൾക്ക് അതിൻ്റെ ലഫ്ലുകൾ എഴുതാനാണ്. 1 ലം അക്തുൽ എന്നതാണ്. അത് ആ വന്നതോടുകൂടെ നമുക്ക് മനസ്സിലായി മുത്തക്കല്ലിമ് വാഹിദാണ്. നാ വന്നതെങ്കിലോ മുത്തക്കല്ലിമ് ജംഅ മുത്തക്കല്ലിമാകും. അൽ മുത്തക്കല്ലിമുൽ വാഹിദു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫാണ്. അൽ മംഫിയാണ് ബിലം, ലമ്മ് കൊണ്ട് മംഫി ആയതാണ്. തുടക്കത്തിൽ ലമ്മുണ്ടല്ലോ. ലൻ യളിമ അപ്പോൾ ലെന്ന് വന്നതോടെ നമുക്ക് മനസ്സിലായി മംഫി ബി ലെന്ന് എന്ന് ലാസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കണം. പക്ഷേ അതിന് മുന്നേ മുദക്കറാണ്, വാഹിദാണ്, ഏകവചനമാണ്, ഓയിബാണ്, സ്ഥലത്തില്ല. യാ വന്നതോടുകൂടി നമുക്ക് മനസ്സിലായി ഓയിബാണെന്ന്. പിന്നെ മിനൽ മുസ്തഖ്ബിൽ മാറൂഫിൽ മംഫി ബി ലെന്ന് കൊണ്ട് മംഫി ആയ മുസ്തഖ്ബിൽ ഓയിബ് വാഹിദ് മുദക്കറാണ്. 3 ഇഫ് അൽന എന്നതാണ്. ജംഅ് മുഅന്നസ് മിനൽ അംറ് ഹാളിർ, ഇഫൽ ഇഫല ഇഫലു ഇഫലി ഇഫല ഇഫ് അൽന ജംഅ് മുഅന്നസ് മിനൽ അംറ് ഹാളിർ.
ലിയഫ് അൽ മുദക്കറാണ്, വാഹിദാണ്. മിനൽ അംറു വായിബ് ലിയഫൽ ലിയഫല ലിയഫലു ലിതഫൽ ലിതഫല ലിയഫൽന. അടുത്തത് നാലാമത്തത് സ്വരിഫ് സർഫാക്കാനാണ്. ഒന്ന് ലിയുംഫിഖ് ലിയുംഫിക്ക ലിയുംഫിഖു ലിതുംഫിഖ് ലിതുംഫിക്ക ലിയുംഫിഖ്ന, എളുപ്പാണ്. രണ്ട് ലൻ യഷ്തിമ ലൻ യഷ്തിമ ലൻ യഷ്തിമു ലൻ തഷ്തിമ ലൻ തഷ്തിമ ലം യഷ്തിമിന, കളയാനുള്ള നൂനുകളുണ്ട്, അത് ഒഴിവാക്കാൻ വിട്ടുപോകരുത്. ഉക്കുത്തുൽ ഉക്കുത്തുല ഉക്കുത്തുലു ഉക്കുത്തുലി ഉക്കുത്തുല ഉക്കുത്തുൽന, അംർ ഹാദറാണ്. ലം യുക്ല മജ്ഹൂലാണ്, ലമ്മ് കൊണ്ട് മംഫിയാണ്. ലം യുക്ല ആ ലം യുക്ലഉ ലം തുക്ല ലം തുക്ല ആ ലം യുക്ലഅന. ഇനി അഞ്ചാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ്. ഇദാ ദഖല ലൻ അലൽ മുലാരിഹി മാദാ യുഹദഫു മിൻഹു, മുലാരിയായ ഫീലിൻ്റെ മേലിൽ ലന്ന് കടന്നാൽ എന്തൊക്കെ കളയപ്പെടും? നൂന് തസ്നിയത്തി, തസ്നിയാൻ്റെ നൂനെ കളയും. എഫലാനി ദഫലാനി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ നൂനെ കളയപ്പെടും. ജംഅ് മുദക്കറിൻ്റെ നൂനെ കളയപ്പെടും. പിന്നെ അത് ഓയ്ബാവട്ടെ ഹാദറാവട്ടെ, ഓയ്ബിൽ നിന്നും ഒരു ജമ്മു മുദക്കറിൻ്റെ നൂനെ കളയും, ഹാദറിൽ നിന്നും ഒന്നിൻ്റെ നൂനെ കളയും. പിന്നെ വൽ മുഖാത്തബത്തി വഹദാൻ മുഹന്നസ് ആദറിൻ്റെ നൂനെയും കളയും. രണ്ടാമത്തത് യൂഖദുൽ അംറ് ഹാദറു മിമ്മ, അംറ് ഹാദറിനെ ഏതിൽ നിന്നാണ് പിടിക്കുക? മിനൽ മുലാരിൽ ഹാദർ, മുലാരി ഹാദറിൽ നിന്നാണ് അംറ് ഹാദറിനെ എടുക്കുക. മൂന്നാമത്തത് യുബനൽ അംറുൽ ഓയിബു മിമ്മ, അംറ് ഓയിബിനെ ഏതിൽ നിന്നാണ് പിടിക്കുക? യുബന അംറുൽ ഓയിബ് മിനൽ മുലാരിൽ ഓയിബ്, അംറ് ഓയിബിനെ മുലാരി ഓയിബിൽ നിന്നാണ് എടുക്കുക. എങ്ങനെ എടുക്കുക? അദ്ഹിൽ അവലൽ മുലാരിയിൽ ആയിബ്, മുലാരി ഓയിബിൻ്റെ ആദ്യത്തിൽ കൂടുതലാക്കുക. ലാമൻ മക്സൂറത്തൻ, കെസറാക്കപ്പെട്ട ലാമിനെ കൂടുതലാക്കുക. സെക്കിൻ ആഖിറൽ ഫീൽ, ഫീലിൻ്റെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യുക. അൽ വാഹിദി, വഹദാൻ്റെ മേൽ അറിയിക്കുന്ന എഫ് അലു, അതിനെ അംർ എടുക്കുമ്പോൾ ലി എഫ് അൽ, വാഹിദിൻ്റെ മേൽ അറിയിക്കുന്നതാണല്ലോ, അപ്പോൾ അംറിന് വേണ്ടി സുക്കൂൻ ചെയ്യുക, വഹദാനിക്കൊക്കെ സുക്കൂൻ ചെയ്യുക. പിന്നെ വഹദഫു നൂനിൽ മുസന്ന, മുസന്നയുടെ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതിലെ എല്ലാ നൂനെയും കളയുക. പിന്നെ ജംഅൽ മുദക്കരി, ജംഉ മുദക്കറിൻ്റെ നൂനെയും കളയുക. നാലാമത്തത് ലുമ്മ ഹംസത്തുൽ വസിലി ഫിൽ അംറിൽ ഹാദിരി മത്ത, അംർ ഹാദിറിൽ വസിലിൻ്റെ ഹംസക്ക് ലമ്മ് ചെയ്യും എപ്പോൾ? ഇൻകാന മാ ഖബലിൽ ആഖിരി മൽമൂമൻ, അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരം ലമ്മുള്ളതാണെങ്കിൽ അംർ ഹാദിറിൽ ലമ്മ് ചെയ്യും. 5 കൈഫ യുജ്അലുൽ മുലാരിഉൽ മഅറൂഫ് മജ്ഹൂലൻ, മുലാരി മഅറൂഫിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക? ബി ലമ്മി അലാമത്തിൽ ഇസ്തിക്ബാലി, ഇസ്തിക്ബാലിൻ്റെ അടയാളത്തിന് ലമ്മ് കൊടുക്കുക. വ ഫതഹി മാ ഖബലിൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ളതിനിക്ക് ഫതഹും കൊടുക്കുക. ഈ ഒരു രൂപത്തിലാണ് ഇസ്തിക്ബാലിൻ്റെ അടയാളത്തിന് ലമ്മും അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിനിക്ക് ഫതഹും കൊടുക്കലാണ് അംർ ഹാദിറിനെ എടുക്കുന്നത്. ആറാമത്തത് തെർജിം, പരിഭാഷപ്പെടുത്താനാണ്. അതിൽ ലം നെൽബസ് ലിബ്സത്തൻ തുഖാലിഫു സിയൽ ഇസ്ലാം, ഇസ്ലാമിക വേഷത്തിനു വിരുദ്ധമായ വേഷം ഞങ്ങൾ ധരിച്ചിട്ടില്ല. ഇതുവരെ ഞങ്ങളങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായ വേഷം ധരിച്ചിട്ടില്ല. രണ്ടാമത്തത് അൽ മൗത്തു ഇന്തിക്കാലു മിന ദുന്യ അൽ ഫാനിയത്തിൽ ആഖിറത്തിൽ ബാക്കിയ, മരണം എന്നുള്ളത് നിശ്വരമായ ഐഹിക ലോകത്തു നിന്നും ശാശ്വതമായ പാരത്രിക ലോകത്തേക്ക് നീങ്ങലാണ്. ഇതാണ് അൽ മൗത്തുൽ ഇന്തിക്കാലു മിന ദുന്യ അൽ ഫാനിയത്തിൽ ആഖിറത്തിൽ ബാക്കിയ എന്നതിൻ്റെ സാരം. ഏഴാമത്തത് കമ്മിൽ പൂരിപ്പിക്കാനാണ്. അൽ ഫീലുൽ മുലാരിയു ഫീലുൻ യദുല്ലു അലാ വുഖൂഇ അംരിൻ ഫി സമാനിൽ ഹവിൽ ആദിലിൽ മുസ്തഖ്ബിൽ, വരാനിരിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലോ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് മുലാരിയായ ഫീല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടെ ഈ രണ്ടാമത്തെ ചോദ്യവും ഇവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 2 ചോദ്യം വായിച്ചു കഴിഞ്ഞതിലൂടെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു ചോദ്യപേപ്പർ കൂടെ കാണാം. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടെ നമ്മൾ വായിച്ച് അർത്ഥം വെക്കുന്നില്ല. അതും കൂടെ വായിച്ചാൽ വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോകും. പിന്നെ കുറഞ്ഞ ഭാഗമുള്ളൂ, ചെറിയ ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. 2 ചോദ്യപേപ്പർ ഇപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ചിലത് ചെറിയ മാറ്റത്തിരുത്തലുകളോടുകൂടെ ചോദിച്ചിട്ടുണ്ട്, അതും പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ ഈ ഒരു ചോദ്യത്തിലും ഇങ്ങനെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളുണ്ട്. പ്രത്യേകം കവർ ചെയ്ത് എല്ലാ പാഠങ്ങളും നമ്മൾ പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ഏത് ഭാഗത്തിൽ നിന്നാണ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അവസാനത്തെ 4 പാഠത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ വിഷയം ശ്രദ്ധിക്കുക. അതേ പ്രകാരം തന്നെ ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച സൊറഫാക്കുന്നത് എല്ലാ പാഠങ്ങളിലും സൊറഫാക്കാനുണ്ട്. ഏതാണ് ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം. അതുപോലെ തന്നെ അൽഫാദുകൾ, ഒരു പദം ചോദിച്ചിട്ട് മുദക്കർ, വാഹിദ്, മുഅന്നസ്, മുസന്ന തുടങ്ങിയിട്ടുള്ളതിൻ്റെ അൽഫാദുകൾ ചോദിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് അൽഫാദിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് അവസാനത്തെ 4 പാഠത്തിലെ അൽഫാദുകളെല്ലാം കാണാപ്പാഠം പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടുകൂടെ തന്നെ ഓരോ പാഠഭാഗങ്ങളിൽ ചെറിയ വൺ വേർഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മഅറൂഫിനെ എങ്ങനെ മജ്ഹൂലാക്കാം, മാലിയെ എങ്ങനെ മജ്ഹൂലാക്കാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ താഴെ ക്ലാസ് തന്നെ പഠിച്ചു പോരുന്നതാണ്. അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടാവും, നോട്ടിൽ എഴുതി തന്നിട്ടുണ്ടാവും. ഈ ഭാഗവും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെ പിന്നെ ഓരോ പാഠഭാഗത്തിൻ്റെ ശേഷം കൊടുത്തിട്ടുള്ള ഉദാഹരണം, ആ ഉദാഹരണങ്ങൾ വായിക്കാൻ വിട്ടുപോയത്. ചിലപ്പോൾ അതിൽ നിന്ന് ബ്രാക്കറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കും, ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ചോദിക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.